SSC GD നോട്ടിഫിക്കേഷനിൽ കേരളത്തിൽ എത്ര ഒഴിവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അതാണ് ഈ വീഡിയോ ഭാഗത്തിലൂടെ പറയാൻ പോകുന്നത്. നമുക്കറിയാം SSC GD നോട്ടിഫിക്കേഷൻ 5-ാം തീയതി സെപ്റ്റംബർ 5-ന് റിലീസായി. ഒരുപാട് പേര് നോട്ടിഫിക്കേഷൻ വീഡിയോ കണ്ടു, അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ വീഡിയോ കണ്ട് പലരും അപേക്ഷ അയച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് നിങ്ങൾ അപേക്ഷ അയക്കാം. അപ്പോൾ നമുക്കറിയാം 39,481 വേക്കൻസിയിലേക്കാണ് കോൺസ്റ്റബിൾ GD 2025 ബാച്ചിലേക്കുള്ള സെലക്ഷൻ നടത്താൻ പോകുന്നത്. അത് ഓൾ ഇന്ത്യ ലെവൽ വേക്കൻസിയാണ്. പലർക്കും കേരളത്തിലെ മാത്രം വേക്കൻസി അറിയുന്നുണ്ടാവില്ല. അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. കേരളത്തിലെ ബോയ്സിനും ഗേൾസിനും സെപ്പറേറ്റ് വേക്കൻസി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നക്സൽ അഫക്റ്റഡ് ഏരിയ ഉള്ള കണ്ണൂർ, വയനാട് തുടങ്ങിയ ജില്ലകളിലെ സെപ്പറേറ്റ് വേക്കൻസിയും പിന്നെ ബാക്കി വരുന്ന എല്ലാ ജില്ലയിലും കോമൺ ആയിട്ട് വേക്കൻസി അവർ റിലീസാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. പരമാവധി പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഈ ഒരു ഇൻഫർമേഷൻ, ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കാൻ ശ്രമിക്കാം. അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ളത്, കേരളത്തിലെ ബോയ്സിൽ നക്സൽ അഫക്റ്റഡ് അല്ലാത്ത ജില്ല ബാക്കി വരുന്ന എല്ലാ ജില്ലയിലും കേരളത്തിൽ ബോയ്സിന് മൊത്തം വരുന്ന വേക്കൻസിയാണ് 492 വേക്കൻസി. ഇവിടെ കാണാം 492. അതാണ് കേരളത്തിലെ വേക്കൻസി വരുന്നത്. 492 ബോയ്സിനാണ്. നക്സൽ അഫക്റ്റഡ് ഏരിയ അല്ലാത്ത ബോയ്സിന്, അതായത് കണ്ണൂരും വയനാടും ഇതിൽ പെടില്ല. ബാക്കി വരുന്ന എല്ലാ ജില്ലക്കാർക്കും ബോയ്സിന് 492 വേക്കൻസി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നക്സൽ അഫക്റ്റഡ് ഏരിയയിൽ വരുന്ന വേക്കൻസിയും അറിയണമല്ലോ. നക്സൽ അഫക്റ്റഡ് ഏരിയയിൽ വരുന്ന വേക്കൻസി ബോയ്സിൻ്റെയാണ് പറയുന്നത്. നക്സൽ അഫക്റ്റഡ് ഏരിയ മൊത്തം 315 വേക്കൻസിയാണ് അവർക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഒരു ഹ്യൂജ് വേക്കൻസി എന്ന് തന്നെ പറയാം. കാരണം നമുക്ക് 492 വേക്കൻസിയാണ് ബാക്കി വരുന്ന എല്ലാ ജില്ലക്കാർക്കും കോമൺ ആയിട്ട് വരുന്നത്. പക്ഷേ നക്സൽ അഫക്റ്റഡ് ഏരിയയിൽ വരുന്ന കണ്ണൂരും വയനാടും മികച്ച ഓപ്പർച്യൂണിറ്റി എന്ന് തന്നെ പറയാം. കണ്ണൂരും വയനാടും മാത്രം 315 വേക്കൻസി അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നക്സൽ അഫക്റ്റഡ് ഏരിയയെ സംബന്ധിച്ച് ഏറ്റവും നല്ലൊരു ചാൻസ് 2025 നിങ്ങൾക്ക് യൂണിഫോം അണിയാൻ പറ്റുന്ന ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റിയാണ് റിലീസാക്കിയിട്ടുള്ളത്. ബാക്കിയുള്ളവർക്കും പറ്റും, പക്ഷേ ഞാൻ കോമൺ ആയിട്ട് 2 ജില്ലക്കാരുടെ വേക്കൻസിയാണ് 315 എന്ന് പറഞ്ഞത് എന്ന് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ബോയ്സിൻ്റെ കഴിഞ്ഞു. ഇനി ഗേൾസിൻ്റെ വേക്കൻസി നക്സൽ അഫക്റ്റഡ് ഏരിയ അല്ലാത്ത ജില്ല ബാക്കി വരുന്ന ജില്ലക്കാരുടെ വേക്കൻസിയാണ് പറയുന്നത്. ഗേൾസിന് മാത്രം ഇവിടെ കാണാം മൊത്തം 54 വേക്കൻസിയാണ് ഗേൾസിന് മാത്രം അവർ റിലീസാക്കിയിട്ടുള്ളത്. 54 വേക്കൻസി മാത്രമേ ഉള്ളൂ. കേരളത്തിൽ നക്സൽ അഫക്റ്റഡ് ഏരിയ അല്ലാത്ത ഗേൾസിന്, നക്സൽ അഫക്റ്റഡ് ഏരിയയിൽ പെടാത്ത ഗേൾസിന് 54 വേക്കൻസി വന്നിട്ടുണ്ട്. അപ്പോൾ നക്സൽ അഫക്റ്റഡ് ഏരിയയിൽ വരുന്ന ഗേൾസിൻ്റെ വേക്കൻസി എത്രയാണ്? നക്സൽ അഫക്റ്റഡ് ഏരിയയിൽ വരുന്ന ഗേൾസ്, കണ്ണൂരും വയനാടും വരുന്ന ഗേൾസിന് മൊത്തം 34 വേക്കൻസി അവർക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും ഗേൾസിനെ സംബന്ധിച്ചും ഹ്യൂജ് വേക്കൻസി എന്ന് തന്നെ പറയാം. 34 ചെറിയ വേക്കൻസി അല്ല. കാരണം നമ്മൾ ബാക്കിയുള്ള ജില്ലക്കാർക്ക് 54 ആണെങ്കിൽ കണ്ണൂരും വയനാടും മാത്രം 34 വേക്കൻസി അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി ഓരോ പോസ്റ്റ് വൈസ് വേക്കൻസി നോക്കുകയാണെങ്കിൽ 184 വേക്കൻസി ബോയ്സിന് BSFലേക്ക് വന്നിട്ടുണ്ട്. 89 വേക്കൻസി CISF 89. പിന്നെ 156 വേക്കൻസി ബൾക്കായിട്ട് CRPFലേക്ക് മാത്രം വന്നിട്ടുണ്ട്. 11 വേക്കൻസി SSB, 34 വേക്കൻസി ITBP, 16 വേക്കൻസി ആസാം റൈഫിൽ, പിന്നെ SSFും NCBയും ഓൾ ഇന്ത്യ ലെവൽ വേക്കൻസിയാണ്. ഇതേപോലെ നക്സൽ അഫക്റ്റഡ് ഏരിയയിൽ പെടുന്ന സെപ്പറേറ്റ് വേക്കൻസിയും അതുപോലെ തന്നെ ഗേൾസിന് സെപ്പറേറ്റ് ഓരോ പോസ്റ്റിലേക്കും വരുന്ന വേക്കൻസിയൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങൾ എന്തായാലും ഈ ഒരു നോട്ടിഫിക്കേഷൻ PDF താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അത് റീഡ് ചെയ്യാം. അപ്പോൾ സെപ്പറേറ്റ് വേക്കൻസി വായിച്ചാൽ ഒരുപാട് ലാഗാവും വീഡിയോ, അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ മനസ്സിലാക്കുക, കേരളത്തിലേക്ക് മാത്രം 898 വേക്കൻസിയാണ് ഇപ്പോൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ വേക്കൻസി കൂടാനൊക്കെ നല്ല സാധ്യതയാണ്. എല്ലാ വർഷവും SSC GD നോട്ടിഫിക്കേഷൻ ഒരു സ്റ്റേജ് ആകുമ്പോൾ വേക്കൻസി ബൾക്കായിട്ട് കൂടാറുണ്ട്. അപ്പോൾ ഇത്തവണയും കൂടാം. 898 വേക്കൻസി. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിലെ വീഡിയോ കാണുന്ന, അപ്ലൈ ചെയ്ത് പഠിക്കുന്ന എല്ലാവർക്കും വിജയാശംസകൾ. എന്തായാലും നിങ്ങൾ 2025 ഈ ഒരു യൂണിഫോം അണിയുക. വെറുതെ അപ്ലൈ ചെയ്ത് എക്സാം എഴുതിയാൽ മാത്രം പോരാ, കഷ്ടപ്പെട്ട് പഠിച്ച് നിങ്ങൾ ഫിസിക്കൽ അറ്റൻഡ് ചെയ്ത് എന്തായാലും നിങ്ങൾ പാസ്സാവുക, ലിസ്റ്റിൽ ഇടം പിടിക്കുക. അപ്പോൾ ഓൺലൈൻ ക്ലാസ് വേണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ വാട്സപ്പിലൊന്ന് മെസ്സേജ് ഇട്ടാൽ മതി. നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സുകൾ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കുറഞ്ഞ ഫീസിലാണ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് പെട്ടെന്ന് ഇൻഫർമേഷൻ പാസ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വരും ദിവസങ്ങളിൽ ചെയ്യാനുണ്ട്. അത് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.
എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.